സത്യയാക്കി സാമോദമോടെ വസിച്ചവരെ കാണം വിതച്ചോടമുണ്ടവരെ മുണ്ടകപ്പാടം വിതച്ചവരെ നാടിൻ വിഭവങ്ങൾ സദ്യയാക്കി സാമോദമോടെ വസിച്ചവരെ എന്തുപറ്റി എന്തുപറ്റി രോഗികളാകുവാൻ എന്തുപറ്റി 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 രോഗികളാകുവാൻ എന്തുപറ്റി ഭക്ഷണത്തിൻ കരുത്തുള്ളിലാക്കി ചന്തത്തിൽ ജീവിച്ചു പോന്നവരെ അംഗകളത്തിൽ കളരികളിൽ ധീരപുത്രന്മാരായി നിന്നവരെ ഭക്ഷണത്തിൻ കരുത്തുള്ളിലാക്കി ചന്തത്തിൽ ജീവിച്ചു പോന്നവരെ അംഗത്തളത്തിൽ കളരികളിൽ ധീരപുത്രന്മാരായി നിന്നവരെ എന്തുപറ്റി എന്തുപറ്റി രോഗികളാകുവാൻ എന്തുപറ്റി 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 രോഗികളാകുവാൻ എന്തുപറ്റി യുവജനങ്ങളാണ് രാഷ്ട്ര പുരോഗതിയുടെ നട്ടെല്ല് എന്ന ഗാന്ധിജിയുടെ ദർശനം സാക്ഷാത്കരിക്കുന്നതിനായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രത്യേക താൽപര്യപ്രകാരം ഗാന്ധിജിയുടെ 100ാം ജന്മദിന വാർഷികമായ 1969 സെപ്റ്റംബർ 24-നാണ് NSS എന്ന പ്രസ്ഥാനം രൂപം കൊണ്ടത്. NSS എന്നാൽ നാഷണൽ സർവീസ് സ്കീം, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യുവജന സംഘടന. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഭാരതത്തിലെ യുവതി യുവാക്കളുടെ വ്യക്തിത്വ വികസനവും അവരിലൂടെയുള്ള സാമൂഹ്യ വികസനവുമാണ്. അതിനായി കൂടിയിരിക്കുന്ന നമ്മുടെ ഈ ക്യാമ്പിൽ ഗൗരവമുള്ള ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വിശപ്പകറ്റുന്നതിനും ശാരീരിക ആരോഗ്യത്തിനുമായി നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തെ തളർത്തുന്ന ചിത്രമാണ് നാം ഇന്ന് കണ്ടുവരുന്നത്. ഈ വിഷയത്തെപ്പറ്റി വ്യക്തമായ അറിവ് നൽകാൻ ഏറെക്കാലമായി സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കർമ്മനിരതനായ നെയ്യാറ്റിൻകര ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഡയറക്ടർ ഫാദർ ഷാജ് കുമാർ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തെ NSS ക്ലാപ്പോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. വരണ ഫാദർ. Thank you, sir. Dear friends, you, the hope of future India, have you ever thought of the serious issue of food അനു, ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? എത്ര കരഞ്ഞിട്ട് എനിക്ക് ആശ്വാസം കിട്ടുന്നില്ല. കരയാതെ മനസ്സ് ശാന്തമാക്കാൻ ശ്രമിച്ചൂടെ? അച്ഛന്റെ വേർപാട് നിനക്ക് താങ്ങാനാവുന്നതല്ല അല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. എങ്കിലും ആ സത്യം അംഗീകരിച്ചല്ലേ പറ്റൂ. അതേ നീതു, എന്റെ അച്ഛന്റെ മരണം എന്നെ കുറേയേറെ സത്യങ്ങൾ പഠിപ്പിച്ചു. അച്ഛൻ ആദ്യം അൾസറായിരുന്നു, പിന്നെ കുടലിലെ ക്യാൻസറായി. വേദന കൊണ്ട് പൊളയുമ്പോൾ എന്നോടും എൻ്റെ അനുജത്തിയോടും അച്ഛൻ ഒരേ ഒരു ഉപദേശമേ ഉണ്ടായിരുന്നുള്ളൂ: ഒരിക്കലും ഞങ്ങൾ ഫാസ്റ്റ് ഫുഡ് ശീലമാക്കരുതെന്ന്. കാരണം വർഷങ്ങളായി അച്ഛൻ എറണാകുളത്താണ് ജോലി. അവിടെ കഴിക്കാൻ അച്ഛന് ഫാസ്റ്റ് ഫുഡ് അല്ലാതെ മറ്റൊന്നും കിട്ടുമായിരുന്നില്ല. ഇപ്പോൾ കുടൽ ക്യാൻസറിന് കാരണമായി ഡോക്ടർമാർ പറയുന്നത് അച്ഛൻ ഈ ഭക്ഷണശീലത്തെയാണ്. അത്രയ്ക്കും പ്രശ്നമാണോ ഈ ഫാസ്റ്റ് ഫുഡ്? എന്തോ എനിക്കറിയില്ല. എനിക്കെൻ്റെ അച്ഛനെ ഇനി തിരികെ കിട്ടില്ലല്ലോ.
ഫാദർ പറഞ്ഞത് ശരിയാണെങ്കിൽ അപകടകരമായ ഒരു ഭക്ഷണ രീതിയിലേക്കാണ് നാം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സാഗർ, ഫാദർ പറഞ്ഞ ശരിയാണെങ്കിൽ എന്നല്ല, ശരിയാണ്. ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നതിനെ പറ്റി വളരെ മുമ്പ് തന്നെ പത്രങ്ങളിലും TV ചാനലുകളിലും വാർത്ത വന്നിട്ടുള്ളതാണ്. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതെ പോയെന്ന് മാത്രം. ശ്യാമ, അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനാകും? ആഹാരത്തിൽ മായമെന്ന് കരുതി പട്ടിണി കിടക്കാൻ പറ്റുമോ? അതെ, റഷീദ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇങ്ങനെ 1-2 ദിവസം ചർച്ച ചെയ്യാനും ബോധവൽക്കരണ ക്ലാസ് നടത്താനും ഒക്കെ കഴിയൂ. അല്ലാതെ ഈ അപകടത്തെ പിടിച്ചു നിർത്താൻ നമുക്കാകുമെന്ന് തോന്നുന്നില്ല. ഉണ്ണികൃഷ്ണ, മനുഷ്യൻ മനസ്സ് വെച്ചാൽ നടക്കാത്തതേ ഒന്നുമില്ല. അതെ, നീ ഇത് പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ മഹാത്മാഗാന്ധിജിയുടെ ഒരൊറ്റ ഉദാഹരണം മാത്രം മതി. മനസ്സ് വെച്ചാൽ തിന്മയുടെ ഏത് ശക്തികളെയും തുരത്തി ഓടിക്കാനാകുമെന്നത്. അതുകൊണ്ട് ഈ അപകടത്തിനെതിരെ പോരാടാൻ ഞാൻ മനസ്സ് വെച്ചു കഴിഞ്ഞു. ഐ ആം ഓൾസോ വിത്ത് യു. യുവജനങ്ങളാണ് രാഷ്ട്ര പുരോഗതിയുടെ നട്ടെല്ല്. ആ നട്ടെല്ല് നിങ്ങൾക്കുമുണ്ടെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുന്നതിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം. സൂര്യനുള്ളിലുദിക്കുന്നു അപരന്നു കാഴ്ചയാകാൻ അരുതന്നുര ചെയ്തൊരാതി കവിത കരളിൻ കാരുണ്യമോടെ അരുതന്നുര ചെയ്തൊരാതി കവിത കരളിൻ കാരുണ്യമോടെ സഹന സമരത്തൽ സ്വാതന്ത്ര്യമാർജിച്ച പുണ്യാത്മ സംസ്കൃതിയോടെ പുണ്യാത്മ സംസ്കൃതിയോടെ പുണ്യാത്മ സംസ്കൃതിയോടെ. അങ്കിൾ, ഇത് കഴിക്കരുത്. ഈ ഭക്ഷണ പദാർത്ഥത്തിൽ മായം ചേർത്തിട്ടുണ്ട്. അതേ അങ്കിൾ രുചികരമായി ഭക്ഷിക്കാറുള്ള ഈ ബെറോട്ടയിൽ ആരോഗ്യത്തിന് ഹാനികരമായ സോഡാപ്പൊടിയാണ് ഏറ്റവും കൂടുതലായി ചേർത്തിരിക്കുന്നത്. ഈ ചിക്കനിലാണെങ്കിലോ രുചിക്ക് അജിനോമോട്ടയും നിറത്തിന് കാർമിയോസിനും എറിത്രോസിനുമാണ് ചേർത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ രോഗം വരുത്തുന്ന ആഹാര സാധനങ്ങളാണ് കാശ് മുടക്കി അങ്കിൾ കഴിക്കുന്നതും ഇനി കഴിക്കാൻ പോകുന്നത്. ഈ ഭക്ഷണ രീതി എത്രയും വേഗം നിർത്തിയില്ലെങ്കിൽ കുടൽ രോഗം, അൾസർ, ക്യാൻസർ എന്നീ രോഗങ്ങൾ വന്ന് പിടിമുറുക്കും. ഒടുവിൽ ജീവിതത്തിൽ ഒന്നും ചെയ്തു തീർക്കാനാവാതെ മരണവും വരിക്കാം. ഞാനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, മായം ചേർത്ത ഭക്ഷണം ഉപേക്ഷിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. സാമൂഹിക നന്മയ്ക്കായിട്ടുള്ള കുട്ടികളുടെ ഈ ബോധവൽക്കരണ യജ്ഞം നല്ലത് തന്നെയാണ്. പക്ഷേ ഈ സ്കൂളിലെ ഏറ്റവും നല്ലോണം പഠിക്കുന്ന വിദ്യാർത്ഥികളാണവർ. ബോധവൽക്കരണം മറ്റുമെന്നൊക്കെ പറഞ്ഞ് അവരുടെ പഠിത്തം പിന്നോട്ടായാൽ രക്ഷകർത്താക്കൾ പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്നത് നമ്മളെ ആയിരിക്കും. അത് ഓർമ്മ വേണം. അറിയാം സാർ, പക്ഷെ സാർ ടെൻഷനൊന്നും അടിക്കണ്ട. കാരണം അവർ വളരെ പ്ലാൻഡ് ആയിട്ടാണ് സാമൂഹ്യ പ്രവർത്തനവും പഠിത്തവും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും ക്ലാസ്സിലെ നമ്പർ 1 സ്റ്റുഡൻസ് ഇവർ 5 പേരും തന്നെയാണ് സാർ. മാത്രവുമല്ല, അവരുടെ മാതാപിതാക്കൾ പൂർണ്ണമായ പിന്തുണയാണ് നൽകി വരുന്നത്. യെസ് സാർ. എങ്കിലും സണ്ണി മാത്യുവിന്റെ ശ്രദ്ധ എപ്പോഴും അവരോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം സമൂഹത്തിന്റെ റിയാക്ഷൻ എന്താന്ന് പറയാനാവില്ല. ഡോണ്ട് വറി സാർ, എപ്പോഴും അവരുടെ പിന്നാലെ ഞാനുണ്ടാകും. ഓഹോ, എങ്കിലായാം ഓക്കെ. ശരി. അവിടെ എന്താ വേണ്ടേ? 2 കിലോ റോസരി. ആന്റി, 1 മിനിറ്റ്. മനസ്സിലായോ? റോസരി എന്ന പേരിൽ നിങ്ങൾ വാങ്ങിക്കഴിക്കുന്ന അരി
ശരിക്കും എന്ത് തരം അരിയാണെന്ന്? ഇതിന്റെ കാരണക്കാർ പ്രത്യക്ഷത്തിൽ ഇവരല്ലെങ്കിൽ പോലും ഉത്തരവാദികൾ ഇവർ മാത്രമാണ്. വെറുതെ വേണ്ടാതീനം പറയരുത്. കാരണം ഈ അരിയിൽ നിറം വരുത്താനായി ചേർത്തിരിക്കുന്ന കെമിക്കൽസ് നമ്മുടെ ആരോഗ്യം തന്നെ നഷ്ടപ്പെടുത്തുന്നു. ഇവർ മനസ്സ് വെച്ചാൽ നല്ല അരികൾ വാങ്ങി കടയിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അധിക ലാഭമോഹികളായ ഇവർ അത് ചെയ്യില്ല. അപ്പോൾ ഇവർ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ. നിങ്ങൾക്കറിയാമോ, ഇന്നിവർ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളിലും മായം ചേർക്കുന്നുണ്ട്. ഇനിയെങ്കിലും നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം, പ്രതികരിക്കണം.